സൈനികന്റെ വിധവയ്ക്ക് പെൻഷൻ നൽകുന്നതിനെതിരായ ഹർജിയിൽ കേന്ദ്രത്തിന് പിഴ ചുമത്തി സുപ്രീം കോടതി. വിധവയോട് അനുകമ്പ കാണിക്കാത്ത സർക്കാർ സമീപനത്തിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. കേന്ദ്രത്തിന് 50,000 രൂപ പിഴയും ചുമത്തി. കൂടുതൽ വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദ് ചേർന്നു. ഷബ്ന, വളരെ അപൂർവമായ ഒരു കേസാണിത് എന്ന് വേണം മനസ്സിലാക്കാൻ. കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി പിഴ ചുമത്തുന്നു, അതും ഒരു സൈനികന്റെ വിധവയോട് അനുകമ്പ കാണിക്കാത്ത കേസിൽ. ലക്ഷ്മി, തീർച്ചയായും 2013 നിയന്ത്രണ രേഖയ്ക്ക് സമീപം വെച്ച് ഈ സൈനികൻ മരണപ്പെടുന്നത്. ഹൃദയാഘാതം മൂലമായിരുന്നു മരണം. അതിനുശേഷം ഈ സൈനികൻ നിന്നിരുന്ന സ്ഥലത്തു നിന്നും ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള കാലതാമസം ഉണ്ടായി. കാരണം കാൽനടയായിട്ടായിരുന്നു സൈനികനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നായിരുന്നു ഈ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിനുശേഷമാണ് ഇത്തരം ഒരു പെൻഷൻ, അതായത് കുടുംബ പെൻഷൻ അർഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ഈ സൈനികന്റെ വിധവ സർക്കാരിനെ സമീപിക്കുന്നത്. എന്നാൽ സർക്കാർ ഇത് അനുവദിച്ചിരുന്നില്ല. ഈ സായുധ ട്രിബ്യൂണലാണ് ഇത്തരത്തിലൊരു പെൻഷൻ നൽകാൻ അനുവാദം നൽകിയത്. അത്തരം പെൻഷൻ അനുവദിച്ചതിനെ ചോദ്യം ചെയ്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയിൽ ഇത്തരം ഒരു ഹർജി നൽകിയതിനെയാണ് കോടതി വിമർശിച്ചത്. തന്നെയുമല്ല, ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു വിധവയെ ഈ രീതിയിൽ കോടതിയിലേക്ക് വലിച്ചഴിച്ച് ഇതിൽ കോടതിക്ക് അതൃപ്തിയുണ്ട് എന്നും ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു. തുടർന്നാണ് 50,000 രൂപ കേന്ദ്രത്തിന് പിഴ ഈടാക്കാൻ നിർദ്ദേശിച്ചത്. ഈ പിഴത്തുക സൈനികന്റെ വിധവയ്ക്ക് നൽകാനും കോടതി നിർദ്ദേശം നൽകി. സൈനികന്റെ വിധവയ്ക്ക് പെൻഷൻ നൽകുന്നതിനെതിരെയുള്ള ഹർജിയിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന് പിഴ ചുമത്തിയിരിക്കുന്നത് സുപ്രീം കോടതി. 50,000 രൂപയാണ് കേന്ദ്രത്തിന് പിഴ ചുമത്തിയിരിക്കുന്നത്.